ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 1/4 കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ശർക്കര ഇവിടെ നല്ലപോലെ തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചതിന് ശേഷം വീണ്ടും മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇതെന്തായാലും അരിച്ചെടുക്കണം, അഴുക്കൊക്കെ കാണും. ഇനി ഇതിലോട്ട് 1/4 കപ്പ് തന്നെ അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ശർക്കരയും അരിപ്പൊടിയും ഒരേ അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നല്ല മധുരം കാണും. അപ്പോൾ ഇത്രയും മധുരം വേണ്ടെങ്കിൽ നമുക്ക് 1/2 കപ്പ് ശർക്കരയും 1/4 കപ്പ് അരിപ്പൊടി എന്ന കണക്കിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അരിപ്പൊടി വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ചൂടോടുകൂടി തന്നെ വേണം അരിപ്പൊടി ശർക്കരപ്പാനിയിലേക്ക് ചേർക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാത്ത വിധം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുത്തു. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അരിപ്പൊടിയല്ല, നമുക്ക് ഗോതമ്പൊടി വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം. അല്ലെങ്കിൽ അരിപ്പൊടിയും ഗോതമ്പൊടിയും പകുതി അളവിലെടുത്തിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഇത് മാറ്റി വയ്ക്കുക. ഇനി മറ്റൊരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറുപഴമാണ് എടുക്കുന്നത്. 3 ചെറുപഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുപഴം അല്ലാതെ ഏത് തരം പഴം വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. റോബസ്റ്റ പഴമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ സ്പൂൺ വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ചെറിയ പീസസ് ആയിട്ട് കിട്ടും. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ ആക്കണ്ട, കുറച്ച് ചെറിയ പീസസ് ആക്കി ഉടച്ചെടുത്താൽ മതി. ഇപ്പോൾ ചെറുപഴം ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം 1/4 കപ്പ് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങ നമുക്ക് കൂട്ടിയും ചേർക്കാം. ഇനി കുറച്ച് കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടിയാണ്, അത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വീണ്ടും വഴറ്റിയെടുക്കാം. കപ്പലണ്ടിക്ക് പകരം നമുക്ക് കാഷ്നട്ടോ അതുപോലെ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. കപ്പലണ്ടി ആകുമ്പോൾ നമുക്ക് എപ്പോഴും വീട്ടിൽ കാണുമല്ലോ, അപ്പോൾ അത് നമുക്ക് ചേർക്കാവുന്നതാണ്. മാത്രമല്ല നല്ല ടേസ്റ്റും ആയിരിക്കും. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ചേർത്താൽ മതി. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മാവിലേക്ക് ഇട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു മണത്തിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ഏലക്കയും കൂടി ചതച്ചെടുത്തതാണ്, അത് ചേർക്കാം. പിന്നെ 1 നുള്ളു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയമാകുമ്പോഴേക്കും ഇതൊന്ന് കട്ടിയായിട്ടുണ്ട്. പിന്നെ ഈ പഴത്തിൻ്റെ കൂട്ടും കൂടി ചേർക്കുമ്പോഴേക്കും കുറച്ചും കൂടി ഇതൊന്ന് കട്ടിയാവും. അപ്പോൾ നല്ലപോലെ തന്നെ ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഗോതമ്പൊടിയും അതുപോലെ തന്നെ അരിപ്പൊടിയും പകുതി അളവിലാക്കിയിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. പരുവത്തിൽ വേണം ആക്കിയെടുക്കാനായിട്ട്. ഒരുപാട് ലൂസും അല്ല, അതേസമയം ഒരുപാടങ്ങ് കട്ടിയായിട്ടും അല്ല ഉള്ളത്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു വാഴയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ മാവ് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒരുപാടങ്ങ് കട്ടിയിലാക്കരുത്, കുറച്ച് കനം കുറച്ചിട്ട് ആക്കിയാലായിരിക്കും നല്ലത്. ഇനി നമുക്കിത് 2 സൈഡിൽ നിന്ന് ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് മാറ്റാം. അപ്പോൾ നേരത്തെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും സ്റ്റീമറിലേക്ക് വെച്ചതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മുതൽ 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇത് ഒരു 15 മിനിറ്റായി കുക്ക് ചെയ്യാൻ വെച്ചിട്ട് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടാണ്. അപ്പോൾ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ആ പഴവും കപ്പലണ്ടിയും കൂടിയൊക്കെ ചേർന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.